റളിയല്ലാഹു അലൈഹിം അജ്മഈൻ. പുണ്യനബി തങ്ങൾ ഈ ഉമ്മത്തിനെ കണ്ട് അവസാനം സന്തോഷിച്ചത് നിസ്കാരത്തിന് ജമാഅത്ത് നിൽക്കുന്ന സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന് കണ്ടപ്പോഴാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹബീബ് പുഞ്ചിരിച്ചപ്പോൾ സ്വഹാബിമാരുടെ സന്തോഷം, നിസ്കരിക്കാൻ വരുന്നവർ നബിയെ കാണുന്നുണ്ട്. ഹബീബ് വരും, ഹബീബ് തിരിച്ചു വരും, ഞങ്ങളിലേക്ക് തിരിച്ചു വരും, ഹബീബിന്റെ അസുഖം മാറും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രതീക്ഷയിലാണവര്. കർട്ടനങ്ങ് മൂടി വെച്ച് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ലം യബ്ഖ മിനൻ നുബുവ്വതി ഇല്ലൽ മുബശ്ശിറാത്ത്. ആയിഷ, ഇനി പ്രവാചകത്വം നുബുവത്ത് അവസാനിക്കുകയാണ് എന്ന് നബി തങ്ങൾ പച്ചയിൽ പറഞ്ഞില്ല. തങ്ങൾ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ലം യബ്ഖ മിനൻ നുബുവ്വതി ഇല്ലൽ മുബശ്ശിറാത്ത്. സന്തോഷം നൽകുന്ന സ്വപ്നങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ നുബുവത്തിൽ നിന്ന്. പ്രവാചകത്വം അവസാനിക്കുകയാണ് ആയിഷ എന്നതിന്റെ സൂചനയാണ്. ഞാൻ ലോകത്തോട് യാത്ര പറയുകയാണെന്നതിന്റെ ഉത്സാരമാണ്. ഞാൻ ലോകത്തോട് യാത്ര പറയുമ്പോൾ നുബുവത്തിന്റെ ഖാതിമുൻ നബിയീൻ, പ്രവാചകന്മാരുടെ അന്തിമ കണ്ണിയാണ് ആ മുറിഞ്ഞു പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പോവുകയാണ് ആയിഷ. ഇനി എന്റെ കാലശേഷം സത്യസന്ധമായ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതേ ഇനി ബാക്കിയുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അർറുയ സ്വാലിഹ യറാഹ റജുലു ഔ തുറാലഹു. സത്യസന്ധമായ സ്വപ്നം സജ്ജനങ്ങളായ ആളുകൾ കാണുകയോ അവർക്ക് കാണിക്കപ്പെടുകയോ ചെയ്യുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ അവസാനം പറഞ്ഞ ഹദീസുകളിൽ പെട്ടതാണ്. ഞാൻ പോവാണ്, ഇനി നിങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നങ്ങളിലൂടെ അള്ളാഹു വിവരങ്ങൾ നൽകും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ ഏൽപ്പിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ട സ്വപ്നങ്ങളൊക്കെയും സത്യമായിരുന്നു. റുഅയൽ അംബിയാഇ ഹഖ്ഖുൻ, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ മുഴുവനും സത്യമാണ്, സത്യസന്ധമാണ്. ആ സ്വപ്നങ്ങളിൽ നബിയെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഹബീബായ തങ്ങളെ കാണാൻ കഴിയണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവർക്ക് പേടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതുമില്ല. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഈമാനുള്ള ആളുകളാണ്, അള്ളാഹുവിൽ മനസ്സുറച്ച് വിശ്വസിച്ചവരാണ്. ആ ഈമാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ. നല്ല ഈമാൻ വേണം, അതുകൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിൽ ജീവിക്കുന്നവരാണ് അള്ളാഹിന്റെ ഔലിയാക്കന്മാർ. ഇത് കഴിഞ്ഞിട്ട് സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ദാലിക ഹുവൽ ഫൗസുൽ അളീം. അവർക്ക് ഈ ലോകത്ത് സന്തോഷമുണ്ട്, നാളെ പരലോകത്തും സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ ലഹുമുൽ ബുശ്റാ എന്നതിന്റെ അർത്ഥം അർറുയ സ്വാലിഹ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അതിനെ വ്യാഖ്യാനിച്ചത് സത്യസന്ധമായ സ്വപ്നം എന്നാണ്. ദുനിയാവിൽ അല്ലാഹുവിന്റെ ഔലിയാഇന് സന്തോഷം നൽകുന്ന സ്വപ്നങ്ങൾ അല്ലാഹു നൽകും. എന്നാൽ നാളെ പരലോകത്തേക്ക് എത്തിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സ്വർഗ്ഗലോകം അവർക്ക് സമ്മാനിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ എത്രയോ ഹബീബിന്റെ സ്വപ്നങ്ങളുണ്ട്. മഹാനായ ഹബീബായ തങ്ങൾ ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നിരിക്കുന്നു. നബി തങ്ങളുടെ അമ്മായിയാണ് അവരെ, നബി തങ്ങളുടെ ബന്ധുവാണ്, ഉമ്മ വഴിക്കുള്ള അമ്മായിയാണ് ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ. ചില യുക്തിവാദികളെങ്കിലും നബി തങ്ങൾ ഈ ഉമ്മു ഹറാം ബിയുടെ വീട്ടിൽ പോയ കഥ അവരതൊക്കെ വായിക്കുമല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതോ പെണ്ണിന്റെ വീട്ടിൽ പോയി താമസിച്ചു എന്നാ അവര് അതിനെപ്പറ്റി പറയാം. പച്ചനുണ പറയാ, ഹബീബിന്റെ അമ്മായി അല്ലേ, തങ്ങൾക്ക് പോയിക്കൂടെ? അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാമ ഇൻദഹാ. ഒരു പകൽ സമയം നബി തങ്ങൾ ആ വീട്ടിൽ പോയി ഉറങ്ങിയിട്ടുണ്ട്, ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടില്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു തങ്ങൾ. വഹുവ യദ്ഹഖു, തങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ട് നബി തങ്ങൾ ചിരിക്കുകയായിരുന്നു. ഫഖാലത് ലഹു, ഉമ്മു ഹറാം ബിൻതു മിൽഹാൻ ബീവി തങ്ങളോട് ചോദിച്ചു, എന്തൊരു മനോഹരമായ ചോദ്യം. ബി അബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. സ്വഹാബത്തിന്റെ വാക്കുകളാണത്. നബിയെ എന്ന് വിളിക്കുന്നതിന് പകരം അതിന്റെ മുമ്പ്
എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും നബിയേ അങ്ങേക്കു ദണ്ഡമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാനും വാപ്പായും തരാം, എനിക്ക് അങ്ങയെ വേണം നബിയെ, അങ്ങ് ജീവിച്ചിരിക്കണം. എൻ്റെ മാതാപിതാക്കളെക്കാളേറെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നബിയെ എന്നാണ് ആ വാക്കിനർത്ഥം. എന്തിനാണ് അങ്ങ് ചിരിക്കുന്നത് നബിയേ? പുണ്യനബിയുടെ മറുപടി വന്നു, നമ്മുടെ അടുത്തുള്ള സമുദ്രത്തിന്റെ മധ്യത്തിലൂടെ യാത്ര ചെയ്യുന്ന എന്റെ അനുയായികളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ധർമ്മം സ്ഥാപിക്കുവാൻ വേണ്ടി, തിന്മകളെ ഉച്ചാടനം ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ഉശിരുള്ള ആളുകൾ, എൻ്റെ ഉമ്മത്തികൾ കടലിന്റെ നടുക്കടലിൽ യാത്ര ചെയ്യുന്നത് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. തങ്ങൾ കടൽ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ കടൽ കണ്ടിട്ടില്ല, കപ്പൽ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എത്രയാണ് കടലിനെ കുറിച്ച് ഖുർആനിൽ വന്ന പരാമർശങ്ങൾ. തങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കടൽ കണ്ടിട്ടില്ല തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഖുർആനിലേ പറയുന്നതൊക്കെ, വഹയല്ലേ പറയുന്നത്. സമുദ്രത്തിന്റെ മധ്യം, അതിനാണ് സബജ് എന്ന് പറയാം. സമുദ്രത്തിന്റെ മധ്യത്തിലൂടെ എൻ്റെ അനുയായികൾ മരുഭൂമിയിലൂടെ നടന്ന പോലെ അവര് മുലൂകൻ അലൽ അസിറ, ആ കപ്പലുകളിൽ ബെഡ് ഉണ്ടാവും, ബെഡുകളിൽ രാജാക്കന്മാരിയ്ക്കുന്ന പോലെ ഇസ്സത്തോടെ, പേടിക്കാതെ, ആശ്വാസത്തോടെ എൻ്റെ ഉമ്മത്തികൾ യാത്ര ചെയ്യും ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി. ആ ഒരു കാര്യം അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. ഉമ്മു ഹറാം ബീവി ചോദിച്ച ചോദ്യം എന്താണെന്നറിയുമോ? നബിയേ, ആ യാത്രാ സംഘത്തിൽ എനിക്കും പോകാൻ അവസരം വേണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എനിക്കും ആ കപ്പൽ കയറി പോണം, അതൊരാഗ്രഹമാണ്. നബി തങ്ങൾ പറഞ്ഞു, അൻതി മിൻഹും, ഉമ്മു ഹറാം ബിൻതു മിൽഹാനെ, നിങ്ങൾ ആ സംഘത്തിലുണ്ട്, നിങ്ങൾ ആ സംഘത്തിലുണ്ട്. അങ്ങനെ തങ്ങൾ സുമ്മനാം, കുറച്ചുകൂടെ അവിടെ കിടന്നു, ഉറങ്ങിയിരുന്നു. ഒരു അല്പം ഉറക്കം. ചിരിച്ചുകൊണ്ട് വീണ്ടും നബി തങ്ങൾ എഴുന്നേറ്റു. അപ്പോഴും ബീവി ചോദിച്ചു, നോക്കണം നബി തങ്ങൾ എഴുന്നേൽക്കുന്നത് നോക്കി നിൽക്കുകയാണ് അവര്. ഹബീബിന്റെ ഉറക്കം നഷ്ടപ്പെടാതെ പുണ്യനബിയെ കാണുകയാണവര്. അവിടെ നിന്ന് ചിരിക്കുന്നതും കരയുന്നതും ഹദീസുകളാണ്, അവിടുത്തെ വാക്കുകൾ ഹദീസുകളാണ്, ചിന്തകളും അനക്കവും നടന്നതും ഹദീസാണ്. എല്ലാം ഡോക്യുമെന്റഡ്, എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ബീവി ചോദിച്ചു, നബിയേ, മാ യുദ്ഹികുക ബിഅബി അൻത വഉമ്മി യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് അങ്ങ് ചിരിക്കാൻ കാരണം? അപ്പൊ തങ്ങൾ വീണ്ടും പറഞ്ഞു ഇത് തന്നെ. ഖൗമും മിൻ ഉമ്മതി ഉരിദു അലൈ യർകബൂന തബജ ഹാദൽ ബഹരി മുലൂകൻ അലൽ അസിറ, രാജാക്കന്മാരെ പോലെ കുഷ്യനുകളിൽ കൈകുത്തി നിന്നിട്ട്, സോഫകളിൽ ഇരുന്നിട്ട് കപ്പലുകൾ കയറി ദീനിന്റെ ദഅവത്തിന് വേണ്ടി യാത്ര പോകുന്ന എൻ്റെ അനുയായികളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ബീവി അപ്പോഴും ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ രണ്ടാമത് പോകുന്ന ആ സംഘത്തിൽ എന്നെ ഉൾപ്പെടുത്തേണമേ. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇല്ല, അൻതി മിനൽ അവ്വലീൻ, ആദ്യം പോകുന്ന സംഘത്തിൽ നിങ്ങളുണ്ട്, രണ്ടാമത്തെ സംഘം പോകുമ്പോ നിങ്ങൾക്കതിന്റെ ഭാഗ്യം ഉണ്ടാവില്ല. ഉമ്മു ഹറാം, അവരുടെ ഭർത്താവാണ് മഹാനായ സ്വഹാബി ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കപ്പൽ കയറി ധർമ്മസമരത്തിന് പോയ മഹദിയാണ് ഉമ്മു ഹറാം ബീവി റളിയല്ലാഹു അൻഹാ. ആ ഒന്നാമത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒട്ടകപ്പുറത്ത് ഇറങ്ങുന്ന സമയത്ത് താഴെ വീണ് കഴുത്തൊടിഞ്ഞ് വഫാത്താവുകയാണ്. രണ്ടാമത്തെ യാത്രയിൽ പോവാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ യാത്രയെ നിങ്ങൾക്കുള്ളൂ, നിങ്ങൾ ആദ്യത്തെ സംഘത്തിലുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ തോന്നിയത് പറയുന്നവരല്ല മുഹമ്മദ് റസൂലുള്ളാഹി എന്ന നമ്മുടെ കരളിന്റെ കരളായ ഹൃദയത്തിന്റെ കഷ്ണമായ നമ്മുടെ ജീവന്റെ ജീവനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മുൽ അലാഉൽ അൻസ്വാരിയ എന്ന മഹദി, മദീനക്കാരിയായ അൻസ്വാരിയത്തായ ഉമ്മയാണ്. അവര് പറയുന്നു, മുഹാജിറുകൾ, മക്കക്കാരായ മുസ്ലിമീങ്ങൾ മക്ക എന്ന നാട് ഉപേക്ഷിച്ച് മദീനയിലേക്ക് വന്നപ്പോ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾക്കാണ് കിട്ടിയത്. യഖ്തസമൽ അൻസ്വാറുൽ മുഹാജിരീൻ,
മുഹാജിറുകളെ അൻസ്വാരികൾ ഏറ്റെടുക്കുക ചെയ്ത്. ഒരു നാട്ടിലും മഹലിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഒരു മുതലാളി ഒരു പാവപ്പെട്ട വീട്ടുകാരെ ഏറ്റെടുക്കുക, അവരുടെ ഭക്ഷണം, അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുന്ന ആളാണ്. നിങ്ങൾ ഈ വീട്ടുകാരുടെ കാര്യം നോക്കണേ, നിങ്ങൾ ഈ വീട്ടുകാരെ നോക്കണേ. ഓരോ മഹലിലും കഴിവുള്ളവർ കഴിവില്ലാത്ത ഒരു വീട്ടുകാരെ ഏറ്റെടുത്താൽ നമുക്ക് കൂട്ടമായി ചെയ്യുന്ന ഈ ഒരു ചാരിറ്റിയിലൊക്കെ വലിയൊരു ആശ്വാസം കിട്ടും. അവർ ശ്രദ്ധിച്ചോളും. തങ്ങൾ ചെയ്തത് അങ്ങനെയാണ്. മദീനയിൽ ഒരു അൻസ്വാരിയോട് പറഞ്ഞു, നിങ്ങളൊരു മുഹാജിറിനെ ഏറ്റെടുക്കണം. ഓരോ അൻസ്വാരിയും ഓരോരോ മുഹാജിറിനെ ഏറ്റെടുത്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉമ്മുൽ അലാ ബീവി പറയുന്നു, ഞങ്ങൾക്ക് കിട്ടിയ മുഹാജിറാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അവരുടെ ഒരു ചരിത്രം വേറെയുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരുടെ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ ഈമാൻ ഖൽബിൽ ഉറച്ചത് എന്ന് പറഞ്ഞ സ്വഹാബി. ഭയങ്കര ബുദ്ധിമാനിയായിരുന്നു. നബി നിങ്ങൾ കാണുമ്പോഴൊക്കെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇസ്ലാം വിശ്വസിക്കാതെ പോകരുത് കേട്ടോ. നിങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കാതെ പോവാന്ന് പറഞ്ഞ എന്താണ്? ഇസ്ലാം നിങ്ങൾക്ക് വളരെ അപ്പീലിംഗ് അല്ലേ? നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലേ? വേറെ ആരും പോട്ടെ, നിങ്ങൾ ബുദ്ധിയുള്ള ആളല്ലേ?